കാക്കു ഇങ്ങനെ പറയുന്നത് എൻ്റെ അടുത്ത് കാനഡയിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കണതിനെ പറ്റി ആലോചിക്കണം വേണ്ട, ഈ രാജ്യം കഴിഞ്ഞു തീർന്നു, പിന്നെ അത് ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. കാരണം ഹീറ്റർ വർക്ക് ചെയ്യില്ലെങ്കിൽ പ്രശ്നമാണ്, ഹോട്ട് വാട്ടർ വരില്ലെങ്കിൽ പ്രശ്നമാണ്, എന്തിന് കറണ്ട് ഇല്ലെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാൻ പോലും പറ്റില്ല ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ട്. അങ്ങനെ ഇന്ന് നമുക്ക് കറണ്ട് ഇല്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഹീറ്ററൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് കുറേ നേരം ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടും ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റാത്തതുകൊണ്ടും നമ്മൾ നേരത്തെ ഇറങ്ങി. ഇവിടെ അടുത്തൊരു ശ്രീലങ്കൻ സ്റ്റോർ ഉണ്ട്, റെസ്റ്റോറൻറ്റ്, ആക്ച്വലി ശ്രീലങ്കൻ ഒരു കുട്ടി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നല്ല ഫുഡ് കഴിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ സങ്കടവും വരുന്നുണ്ട്, എനിക്ക് സന്തോഷവും വരുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ കുറേ ഇമോഷൻസ് ഉണ്ട്, എന്തിനാണെന്നൊന്നും അറിയില്ല. നമ്മൾ പണ്ടേ വീട്ടിലും മിച്ചേരൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ മെയിൻ ചെയ്യാണ്ടൊക്കെ നിൽക്കുന്നതിൻ്റെ ഒക്കെ ഒരു കുറ്റബോധം അതാണോ എന്തെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ച് കണ്ട് നമ്മൾ ഇറങ്ങിയിട്ട്, എന്നാലും എനിക്ക് പോകാൻ കുറച്ച് ഏർലി ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കൂടി എവിടെയെങ്കിലൊക്കെ ചുറ്റി തിരിഞ്ഞൊന്ന് ലേറ്റ് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോളർ പ്ലസ്സിൽ കയറി. ഫാർമാപ്രയിൽ കയറിയില്ല, കയറി കഴിഞ്ഞാൽ ഞാൻ പൈസ ചിലവാക്കും. അതുകൊണ്ട് ഞാൻ ഡോളർ പ്ലസ് കയറി. കാരണം ഇവിടെ നിന്ന് എന്ത് വാങ്ങിക്കഴിഞ്ഞാലും എനിക്ക് എൻ്റെ ബാഗിൽ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ മേടിക്കില്ല, ഒക്കെ നോക്കി വെച്ചുക്കണം. ഒരുപാട് സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചുക്കണം. പ്രത്യേകിച്ച് ആദ്യം കണ്ട മിറർ, അതിന് വളരെ വില കുറവാണ്, നമുക്കതൊക്കെ മതിയല്ലോ. പിന്നെ കുറച്ച് നോട്ട്ബുക്കൊക്കെ മേടിക്കണം, കാരണം കൊല്ലം കഴിയാനായാലും അടുത്ത വർഷം എനിക്ക് പുതിയ ഡയറിയൊക്കെ മേടിക്കണം. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ കണ്ടു. ഈ ഒരു സാധനവും ഞാൻ എൻ്റെ കണ്ണിൽ ഉടക്കി വെച്ചിട്ടുണ്ട്, മിക്കവാറും അത് ഞാൻ കൈക്കലാക്കും. പിന്നെ കുറേ നമ്മളെ മേക്കപ്പിൻ്റെ ആക്സസറീസ് ഒക്കെ വെക്കാനുള്ള സാധനങ്ങളും ഓർഗനൈസേഴ്സ് ഒരുപാടുണ്ട്. ഇതൊരു ലോകമാണ് കേട്ടോ. മെയിനായിട്ട് ഞാൻ വന്നത് ഈ സാധനം മേടിക്കാനാണ്. എന്താ വെച്ചാൽ എനിക്ക് ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കണം, എനിക്ക് ഒരു വട്ടിട്ട് ഞാൻ ചുമക്കൊന്നൊന്ന് അറിയണം. പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങി. ഈ സമയത്ത് വാൾമാർട്ടിലും കനേഡിയൻ ഡോറിലും മാക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയൊക്കെ കേട്ടോ. ഞാൻ എന്തായാലും ഈ സമയം കൊണ്ട് ബില്ലൊക്കെ ആക്കി തിരിച്ചു പോകുന്നു. 79 സെൻസിലുണ്ടോ, കുഞ്ഞി പാത്രമല്ലേ. നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ പണിക്ക് പോട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.